ദൈവത്തെ കൂടെ നിർത്താൻ കഴിയുന്നതാണ് ഉടമ്പടി. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല, എന്നിൽ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാൽ അടയാളങ്ങളാൽ യേശു പ്രവർത്തിക്കുന്നു. യേശു പ്രവർത്തിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ പകച്ചു പോണത് ഈ പെൺകുട്ടി പറയുന്ന വചനങ്ങളുടെ ഒരു പ്രഘോഷണത്തിലാണ്. ഇവിടെ പറയണത് ഞാൻ ഇതൊക്കെ ചെയ്യണമുണ്ടല്ലോ, എനിക്കൊരു തിരിച്ചറിവുണ്ട്. എന്താണത്? അത് 1 കൊരിന്ത്യൻസ് 15:10 എൻ്റെ തിരിച്ചറിവെന്ന്. Take the bed of God. 1 കൊരിന്ത്യൻസ് 15:10. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്ത്യൻസ് 15:10 ഞാൻ എന്തായിരിക്കുന്നുവോ കേട്ടോ, എന്താണ് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. നിങ്ങളെ കുറച്ചുപേര് പറയുമായിരിക്കും ഇതൊക്കെ അച്ഛൻ പറഞ്ഞ വചനമല്ലേ, അത് കേട്ട് പറയണം. അങ്ങനെയല്ല. അവളെന്ന് പറയുമ്പോൾ അവളുടെ പ്രയോഗത്തിലൂടെ അനുഭവിച്ച ദൈവജ്ഞാനത്തിൽ നിന്നാണ് പറയണത്. എന്താ കാര്യം? ഞാൻ ഈ 50 അടി ആഴമുള്ള വെള്ളം ഞാൻ നീന്തിക്കടന്നത് നീന്തറിയാൻ പാലാത്ത ഞാനല്ല അധ്വാനിച്ചതെന്ന്. അതാണ് അവൾ പറയണത്. എന്താണ്? ഞാൻ നീന്തുമ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ കൂടെ ആരോ നീന്തണമുണ്ടെന്ന്. ഞാൻ എന്തായിരിക്കുന്നുവോ, ഞാൻ നീന്തിക്കടന്നപ്പോൾ എനിക്ക് 1ാം റാങ്ക് കിട്ടി. ഈ 1ാം റാങ്ക് കിട്ടിയത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? എന്നിൽ പ്രവർത്തിച്ച ദൈവകൃപയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ബോധ്യം കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഏറ്റവും വലിയ പ്രധാനം ഈ ബോധ്യം കിട്ടുന്നതാണ്. അതായത് അവൾ ചെയ്തു കഴിഞ്ഞു, റാങ്ക് അവൾ നേടിക്കഴിഞ്ഞതിന് ശേഷവും അവളെന്താ പറയണത്? ഇത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് എൻ്റെ കഴിവല്ല, പിന്നെ എന്താണ്? നിൻ്റെ കൃപയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ 1 കൊരിന്ത്യൻസ് 15:10 പറയണത് ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, എൻ്റെ കഴിവിനാലല്ല. അത് തന്നെയാണ് ഉടമ്പടി. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. അതിങ്ങനെ പ്രധാനപ്പെട്ട ആക്ടിവേഷൻ പ്രിൻസിപ്പിലൂടെ എല്ലാം ഇങ്ങനെ വാട്ടർമാർക്ക് പോലെ ഇങ്ങനെ കടന്നു പോകും. എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മെറിറ്റാണ് നമ്മൾ അഹങ്കാരത്തിലേക്ക് നയിക്കണത്. പിടിയിടുക. നമുക്കെന്തോ കഴിവുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താണ്? ഞാൻ എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവെന്നല്ലേ അവൾ പറഞ്ഞത്. ആദ്യം അങ്ങനെ പറഞ്ഞത്, എൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം എൻ്റെ കഴിവ്. ഇപ്പോൾ അവൾ 1ാം റാങ്ക് കിട്ടിയപ്പോൾ അവൾ എന്താ പറയണത്? 1 കൊരിന്ത്യൻസ് 15:10 അതായത് ഞാൻ നേടിയത് എൻ്റെതല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപയാണെന്ന്. ഇത് പറയുന്നതിന് മുമ്പ് അത് അവളെ സത്യമായിട്ട് തന്നെയാണ് അവൾ പറഞ്ഞത്. എന്താ കാര്യത്തിൽ അവരെ നീന്തൽ കോച്ച് ചെയ്ത സെൻറ്ററുകാർ അവരെ വിളിച്ച് അവളെ അനുമോദിക്കാൻ വേണ്ടി വിളിച്ചു. നീന്തൽ കോച്ച് ചെയ്തില്ല, ഇപ്പം സായി സ്കൂളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ നീന്തൽ കോച്ചിൻ്റെ സ്കൂളുകാർ അവിടെ സ്കൂളിൽ കിട്ടിയ ഒരു വിജയം കൂടിയാണല്ലോ ഇത്. അതുകൊണ്ട് അവിടുത്തെ അനുമോദനത്തിന് വിളിച്ച്. ഫസ്റ്റ് റാങ്കുകാരിയില്ല അവിടുത്തെ ഫയർഫോഴ്സിലാണ്. അപ്പോൾ അവിടെ ചെന്ന് അവൾ എന്താ പറയണമെന്നറിയാമോ? ഗുരുഭൂതന്മാരുണ്ട്, എനിക്ക് ഇവിടെ ഇരിപ്പുണ്ട്, എന്നെ പഠിപ്പിച്ചവർ, കഷ്ടപ്പെട്ട് പഠിപ്പിച്ചവർ, അതെല്ലാം ശരിയാണ്. എനിക്കവരോട് നന്ദിയുണ്ട്. എൻ്റെ സതീർത്ഥ്യരുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിച്ചവർ, എനിക്കവിടെ നന്ദിയുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് കൃപാസനം മാതാവിനോടാണെന്ന്. അവിടെയാണ് പ്രശ്നം. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞില്ല. അവൾ പ്രേക്ഷിതയാണ്. എന്താ കാര്യം? എന്നിട്ട് അവൾ ഉദ്ധരിക്കേണ്ട ഒരു വചനമുണ്ട്.
10:32. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 10:32. ഇതാണ് ഉദ്ധരിക്കണത്, അശ്വതി ഉദ്ധരിക്കണത്. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ദൈവം അവളെ ഇനിയും ഏറ്റുപറയുന്ന അവൾക്കറിയാം. അതുകൊണ്ട് എന്താണ്, സ്വന്തം ഗുരുഭൂതന്മാരുടെ മുമ്പിൽ പോയി എന്നുവെച്ചും പറയും, കൃപാസനം മാതാവാണ് എൻ്റെ കൂടെ നീന്താൻ വന്നതെന്ന് പറയും. അതാണ് ഏറ്റുപറച്ചിലെന്ന് പറയണത്. അല്ലാതെ മറ്റുള്ളവരെ കാണുമ്പോഴേ ദൈവത്തെ മറക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ഇതാണ്. നിങ്ങൾ പഞ്ചപുച്ഛം അടച്ച് ഒച്ചാനിച്ച് ഇവിടെയുള്ള എല്ലാ കാര്യവും പറയും. ഓട്ടോറിക്ഷയുടെ സെക്കൻഡ് ഗിയർ എടുക്കണ പോലെ നിലയും വിളിക്കും. ഇതൊക്കെ ഈ അഭ്യാസം ഇവിടെയുള്ളു. പുറത്തേക്ക് കഴിയുമ്പോൾ പറയും എൻ്റെ കഴിവാണെന്ന് പറയും. അത് ദൈവത്തിന് അറിയാം. ഓർഡർ തമ്മാവാ അതന്നെ, അത് ഞാൻ എപ്പോഴും പറയണല്ലേ, അത് ദൈവത്തിന് അറിയാം. ഇവിടെ നിന്നുകൊണ്ട് ഇതൊക്കെ പറയും, പക്ഷെ പുറത്തിറങ്ങിയിട്ട് പറയത്തില്ല. അത് അവരുടെ കഴിവാണെന്ന് പറയും, അവിടെ എക്സ്പീരിയൻസ് ആണെന്ന് പറയും. പിന്നെ എനിക്ക് ഇന്ന ആളെന്നെ വിളിച്ച് പറഞ്ഞിട്ടാണെന്ന് പറയും. ഇന്ന ആൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് 5 ലക്ഷം രൂപ കൊടുത്തിട്ടാണെന്ന് പറയും. ദൈവം ഞൊട്ടും. മനസ്സിലായ? എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്, ചെയ്യുമ്പോൾ ദൈവത്തിനാണ് മുൻതൂക്കമെന്ന് അറിയണം. ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തെ തള്ളി പറയത്തില്ല, ദൈവത്തെ ഏറ്റുപറയും. പറഞ്ഞ് ഞാൻ ഏത് കാലാവസ്ഥയിലും ഞാൻ ദൈവത്തെ തള്ളി പറയത്തില്ല. എന്റെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപയ്ക്കായി ഞാൻ സാക്ഷ്യം വഹിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ ജീവിതം ഇളകുന്ന കാലം ഉണ്ടായിരുന്നു. കർത്താവിന്റെ ജീവിതമേ കാൽച്ചുവട്ടിലെ മണ്ണ് ഊർന്നു പോവുകയും കർത്താവിനെ നിലത്തെറ്റുകയും പിടിക്കാൻ ഒരിടമില്ലാതെ ഇങ്ങനെ ഇളകുന്ന സമയമുണ്ടായിരുന്നു. അതാണ് ഗെത്സമനി നമ്മൾ കാണുന്നത്. പിടിക്കാനൊരിടമില്ല. താൻ ഉറച്ചു വെച്ചിരുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുമ്പോഴും കർത്താവ് പ്രഖ്യാപിക്കുന്ന വചനം അതാണ്. ഈ നമ്മളുടെ 17 യോഹന്നാൻ്റെ 17 അധ്യായം 17 വാക്യയിലെ അത് ഗെത്സമനിലെ പ്രാർത്ഥന. അവൻ്റെ കാൽച്ചുവട്ട് മണ്ണിളകുകയാണ്. അവൻ്റെ കൂടെയുള്ളവൻ തന്നെ പോയി ഒറ്റയ്ക്ക് കൊടുക്കാൻ പോകുന്നു. അവനെ കൂടെ കൊണ്ട് നടന്നവൻ തന്നെ അവനെ തള്ളിപ്പറയാൻ പോകുന്നു. അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകുന്നു. അവന് പിടിച്ചു നിൽക്കാനൊരു ഇടമില്ല. മൊത്തം ഇളകുകയാണ്. നില കിട്ടണില്ല. നില കിട്ടാത്തപ്പോൾ അവൻ പറഞ്ഞ വാക്കുണ്ട്. എന്താ പറയണത്? യോഹന്നാൻ 17:17 അങ്ങയുടെ വചനമാണല്ലോ സത്യം, മറ്റൊന്നും സത്യമല്ല. പത്രോസ് സത്യമല്ല, പീലാത്തോസ് സത്യമല്ല, യൂദാ സത്യമല്ല, മനുഷ്യൻ സത്യമല്ല, കഴിവ് സത്യമല്ല, സ്വാധീന സത്യമല്ല, ദൈവമാണ് സത്യം, വചനമാണ് സത്യം. കയ്യടിക്കട്ടെ. വഴിയിൽ സത്യവുമായവൻ നിൻ തിരുനാമം വാഴ്ത്തുന്നു. വഴിയിൽ സത്യവുമായവൻ നിൻ തിരുനാമം വാഴ്ത്തുന്നു. അതായത് കർത്താവിന്റെ 17 വായിച്ച യോഹന്നാൻ 17:17. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 17:17 അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ വചനമാണ് സത്യം. പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്ന് പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്നുകൂടി പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. ഒന്നുകൂടി പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. കൈയടിച്ച് പറഞ്ഞേ, അവിടുത്തെ വചനമാണ് സത്യം. അവിടുത്തെ വചനമാണ് സത്യം.
അവിടുത്തെ വചനമാണ് സത്യം. ഒരുമിച്ച് പാടാം. അവിടുത്തെ വചനമാണ് സത്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, സത്യത്താൽ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, വഴി നടത്തണമേ. ഹല്ലേലൂയ. ആരാധന, ആരാധന. ആകാശം മാറാം, ഭൂതലവും മാറാം, ആദിമുതൽക്കേ മാറാതുള്ളത് നിൻ വചനം മാത്രം. ആർക്കിമിഡീസ് എന്ന് കക്ഷി ഉണ്ടായിരുന്നു. ആർക്കിമിഡീസ് നമ്മളൊക്കെ 3-ാം ക്ലാസ്സിൽ 8-ാം ക്ലാസ്സൊക്കെ പഠിക്കാറുണ്ട്. അതായത് പണ്ടത്തെ, ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആർക്കിമിഡീസ് ഒരിക്കൽ, അത് ഈശോയുടെ കാലത്തിന് മുമ്പ് ഒരു 280 കൊല്ലത്തിന് മുമ്പ് ജീവിച്ച ഒരാളാണ്. ഗ്രീക്ക് ഫിലോസഫറാണ്, ശാസ്ത്രജ്ഞ, ഫിസിക്സ് ഊർജ്ജതന്ത്രജ്ഞൻ കൂടിയാണ്. അദ്ദേഹം വെയിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആദേശ സിദ്ധാന്തം എന്ന് നമ്മൾ പറയും മലയാളത്തിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദേശം എന്ന് വെച്ചാൽ ഒരു ലിക്വിഡ് കണ്ടൻറ്റിലെ വേറെ ഒരു മാറ്റർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആദേശം ചെയ്യുന്ന വെള്ളത്തിൻ്റെ വെയിറ്റിൻ്റെ അനുപാതവും ഈ നമ്മളവിടെ ഇതിൻ്റെ അകത്ത് കണ്ടൻറ്റ് താത്തി വെച്ചിരിക്കുന്ന മാറ്ററിൻ്റെ വെയിറ്റും സെയിം ആണെന്നാണ് ഈ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞ്, ഞാൻ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്. ആർക്കിമിഡീസ് പറഞ്ഞാണ്, അതായത് give me a first spot to stand, I will move the earth. പുള്ളി പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ എനിക്ക് ഈ ഭൂമിയിൽ ഉറപ്പോടെ കാല് കുത്താൻ പറ്റിയ ഒരു ഇടം കാണിച്ചതാ, ഞാൻ ഈ ലോകത്തെ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ ഇപ്പോൾ എന്താ ഇത് പറയാൻ കാരണം എന്ന് പറയും, ഈ യോഹന്നാൻ 17:17 ഈശോ എന്താ പറഞ്ഞത്? ഈശോയ്ക്ക് കാലം ഉറക്കാത്തൊരു സമയമാണ്. 10 ദിവസം തള്ളിപ്പറഞ്ഞ് ഓൾറെഡി തള്ളിപ്പറയാൻ പോകുന്നു. യൂദാസ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നു. ജനക്കൂട്ടം മുഴുവനും കർത്താവിന് കൈയൊഴിയാൻ പോകുന്നു. പിതാവ് വരെ കുരിശിൽ കൈയൊഴിയാൻ പോകുന്നു. ഒരു പിടുത്തം കിട്ടണില്ല. ഈ ഒരു പിടുത്തം ജീവിതത്തിൽ കിട്ടാൻ നിൽക്കുമ്പോൾ പറയുന്ന വാക്കാണ് 17:17. എന്താണ്? എല്ലാം മിഥ്യയാണ്, അങ്ങയുടെ വചനമാണ് സത്യം. എനിക്ക് ഉറപ്പിച്ച് കാലുറച്ച് നിൽക്കാൻ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിടിവിട്ടു പോകുമ്പോഴേ പിടിക്കാനുള്ള, ഉറച്ചു നിൽക്കാനുള്ള ഇടമാണ് യോഹന്നാൻ 17:17, അങ്ങയുടെ വചനമാണ് സത്യമെന്ന്. അതുകൊണ്ടാണ് ഉടമ്പടി വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യണത്? ഈ ഉറപ്പുള്ള തറയിലേക്ക്, നിലപാട് തറയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റുക. ഈ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നതിലൂടെ നമ്മളെന്താ സംഭവിക്കണത്? പാറമേ ഭവനം ചെയ്ത ബുദ്ധിമാനായ മനുഷ്യനായിട്ട് പുരുഷനായിട്ട് മാറുകയാണ്. അതായത് വചനം പാലിക്കുക വഴി നമുക്ക് നില കിട്ടാത്ത ഒരു ജീവിത സാഹചര്യം, കുടുംബമാണ്, വിവാഹം പിരിയാൻ പോകുന്നു, മക്കളില്ല, ജപ്തി വരാൻ പോകുന്നു, PR ഇല്ല, വിസ വീണ്ടും പുതുക്കി കിട്ടണില്ല, നാട്ടിലേക്ക് തിരിച്ചു പോരാൻ പോകുന്നു, കടക്കാർ നമ്മൾ വളയുന്നു, ഇങ്ങനെയുള്ള ഒത്തിരിയേറെ നില കിട്ടാത്ത ജീവിത പ്രശ്നങ്ങളുണ്ട്. അവിടെയെല്ലാം അതിനേക്കാൾ ക്രൂഷ്യലായിട്ടുള്ള ടൈമിലാണ് ഈശോ ഈ വാക്ക് പറയണത്. അല്ല, ഈശോ മലമുകളിൽ നിന്നുകൊണ്ട് അവസാനത്തെ ജനക്കൂട്ടം വരുമ്പോൾ ആത്മനാ ദാരിദ്ര്യമുള്ള ഭാഗ്യവാന്മാർ, അവരെ ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ ദൈവത്തെ കാണും, അങ്ങനെ പറയുന്നൊരു കാലാവസ്ഥ, ആംബിയൻസ് അല്ല അവിടെ ഉള്ളത്. മറിച്ച് പിടിവിട്ട് പോയിരിക്കുക, നിലയില്ലാതെ പോയിരിക്കുമ്പോൾ പറയണ പ്രഖ്യാപനമാണ്. എന്താണ്? ഈ അവസ്ഥയിൽ അങ്ങയുടെ വചനമാണല്ലോ സത്യം. ഈ അവസ്ഥയിൽ, അതായത് ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകളിൽ, കൈവിട്ടു പോകുന്ന നിലയില്ലാത്ത അവസ്ഥകളിലെ വചനമാണ് നമ്മുടെ മുമ്പിൽ സത്യമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വചനം പാലിച്ച് ജീവിക്കുക വഴി നമ്മൾ മത്തായി 7:25 പ്രവേശിക്കുകയാണ്. എന്താണ്? മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായി, 7:27, അത് ഭവനത്തിൽ ആഞ്ഞിരച്ചു, അത് വീണില്ല. കാര്യമെന്താണ്? അത് പാറമേ സ്ഥാപിതമായിരുന്നു. ഉടമ്പടി ഉറപ്പിക്കണത് ഇങ്ങനെയാണ്. വചനം എന്തെല്ലാം വിഷയങ്ങൾ ചെയ്തത് അങ്ങനെയാണ്, സുമറാണി ചെയ്തത് അതാണ്. എന്താണ്? അവരാ വചനത്തിൽ തന്നെ വേരൂന്നി അതിന് പ്രേഷിതരായി വചന പാദസേവ ചെയ്ത് അതിന് ജീവിത സാക്ഷ്യം നൽകി വചനത്തെ മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അത് എല്ലാ കാലഘട്ടങ്ങളിലും പ്രാർത്ഥന, പ്രയോഗം, പ്രഖ്യാപനങ്ങളുടെ ഉടമ്പടി അങ്ങനെ ജീവിച്ചവരാണ് അശ്വതിയും അതുപോലെ തന്നെ സുമറാണിയും. അവർക്ക് നമുക്ക് മുമ്പിൽ വരുന്ന സാക്ഷ്യങ്ങൾ ഇതുപോലെ ഉടമ്പടി ജീവിച്ചവരുടെ സാക്ഷ്യമാണ്. ഉടമ്പടി എന്തിനാണെന്ന് ചോദിച്ചാൽ സുമറാണി പറയും, ഉടമ്പടി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുക എന്നതിനേക്കാൾ ഉടമ്പടി എന്താണ്? ഉടമ്പടി ജീവിക്കാനുള്ളതാണ്.
എന്താണ് അശ്വതി എന്താ പറയണത്? വചനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വചനം എന്ന് പറയുന്നത് നമ്മുടെ കഴിവുകൾ, അതല്ല സത്യം. ഞാൻ അങ്ങനെ ധരിച്ചിരുന്നു, പക്ഷെ എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവല്ല, ഞാൻ എന്തായിരിക്കുന്നുവോ 1 കൊരിന്ത്യസിൻ്റെ 15:10 അത് കർത്താവിൻ്റെ കൃപയാണ്. ഞാൻ അധ്വാനിച്ചത് ഞാൻ ആ കൃപയാലാണ്. കൃപയാൽ അധ്വാനിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെയും പ്രതിരോധങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക നടപടിക്രമമാണ് ഉടമ്പടിയെങ്കിൽ ആ ഉടമ്പടി ഉറച്ചു നിൽക്കാൻ വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കൈകൾ ഉയർത്തി ചൂടുമാണ്. ക്ലേശകാലത്ത് പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ. അച്ഛനെ മിക്സ് ചെയ്തായിരിക്കും പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഓരോരോ വിഷയങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് എനിക്ക് നൽകുന്ന അനുസരിച്ച് ചിലപ്പോൾ ജോലി പ്രാർത്ഥിക്കും, ചിലപ്പോൾ രോഗങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ ജീവിത പ്രശ്നങ്ങൾ പ്രാർത്ഥിക്കും, ചിലപ്പോൾ നിങ്ങൾക്കൊരു എത്തും പിടിയും കിട്ടാത്തൊരു ജീവിതാവസ്ഥയിൽ നിങ്ങൾ മുങ്ങിപ്പൊങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായി ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള വിശ്വാസം വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ വ്യത്യസ്തമായ മേഖലകളിലേക്ക് ദൈവം ഈ സമയത്ത് നമ്മളെ ദൈവം ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് കൊണ്ടുവന്നതെന്ന് നമുക്കൊരു ബോധം ഉണ്ടാകും. നിങ്ങൾ തനിയെ വന്നാണെന്ന് വിചാരിക്കരുത്. വീഡിയോ തനിയെ വരാൻ പറ്റിയൊരവസ്ഥ അല്ല ഇത്. വളരെ മോശപ്പിടിച്ചൊരവസ്ഥയിൽ നിങ്ങൾ വരുമ്പോൾ തനിയെ വന്നതല്ല, ദൈവം നിങ്ങളെ തളർന്നെങ്കിലും എടുത്തുകൊണ്ട് വന്നതാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ക്ലേശകാലത്ത് കൂടാരമിരിപ്പാൻ എന്റെ പ്രിയരെന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അച്ഛൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഈശോയുടെ നാമത്തിൽ നിങ്ങൾ ആസ്വദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഇടിമുഴക്കം പോലെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്തുതികൾ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ.
കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ജയമാതാവേ, നടത്താറ് ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് കർത്താവിന്റെ തിരുമുൻപാടുന്ന വരദകരം, കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. കർത്താവിന്റെ തിരുമുൻപാടുന്ന വലതുകരം നിങ്ങളുടെ ശിരസിൽ വെക്കട്ടെ. ഓൺലൈനിലുള്ളവർ പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുതകരം നിങ്ങളുടെ ശിരസിൽ പതിക്കട്ടെ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മെരുവേറ്റവരെ, ഞങ്ങൾക്ക് വേണ്ടി മൃക്കടം ചൂടിയവരെ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. ഈശോ, ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. ഈശോ, നിന്റെ വിശുദ്ധമായ രക്തം മഴ പോലെ പെയ്യട്ടെ. സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. മാംസപേശികളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. രക്തകോശങ്ങളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ. സിസ്റ്റുകള്, ബ്ലോക്കുകള്, എപ്പിlepsy രോഗങ്ങള്, ഫിസ്റ്റുല രോഗങ്ങള്, PCOD രോഗങ്ങള്, ഉദര രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, മെനിഞ്ചൈറ്റിസ് രോഗങ്ങള്, സ്പോണ്ടിലോസിസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, അടിവലി രോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, മൂത്രാശയ രോഗങ്ങള്, വാതരോഗങ്ങള്, അതുമുതല് ഉച്ചമുതല് ഉള്ളങ്കാൽ വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. അടുപ്പുറ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ. ആരാധനയിലൂടെ മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധരേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധനേ, പരിശുദ്ധരേ, പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിനായി, അലിവോടെ എന്നെ നോക്കണമേ. പീഠം നമ്മുടെ ജീവിത മേഖലകളെ, ജീവിത വിഷയങ്ങളെ സമർപ്പിക്കാൻ പോവുകയാണ്. ആ വിഷയങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഇത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കർത്താവ് സമൂഹത്തിൻ്റെ മുഴുവൻ പ്രാർത്ഥന കേട്ടിട്ടാണ് ഓരോ മക്കളെയും പ്രത്യേകം ആശീർവദിക്കുന്നത്. ജപ്തി നടപടി നേരിടുന്നവരുണ്ട്, സ്ഥലം വിറ്റുപോകാൻ പോകുന്നവരുണ്ട്, വിൽക്കാൻ പറ്റാത്ത രീതിയിൽ കടക്കാലം കുരുക്കപ്പെടുന്നവരുണ്ട്, ജോലി ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരുണ്ട്, സർട്ടിഫിക്കറ്റുകൾ വ്യക്തികളുണ്ടായി പോയവരുണ്ട്, പരീക്ഷ എല്ലാത്തിനേക്കാൾ ഉപരി പരീക്ഷ എഴുതാൻ പോയി എഴുതി കൊടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. എല്ലാ വിധത്തിലും മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതി കൊടുക്കുന്ന മക്കളുടെ മേലെല്ലാം അവരുടെ മാതാപിതാക്കന്മാർ, അവരെ പഠിപ്പിക്കുന്നവർ, അവർ ഈ ആഴ്ചയിൽ ചെയ്യാൻ പോകുന്ന മുഴുവൻ പരീക്ഷകൾ, അതിൻ്റെ വിഷയങ്ങൾ, അതുമേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവ് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരുടെ മേൽ കർത്താവിൻ്റെ അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി പ്രസരിക്കട്ടെ. കർത്താവ്, വൈദികമായ ശക്തി കർത്താവ് പരീക്ഷ എഴുതുന്ന മക്കളുടെ മേൽ, പഠിക്കുന്ന മക്കളുടെ മേൽ, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നവരിൽ, ഇവ എഴുതുന്നവർ, കർത്താവ് ഓരോരോ തരത്തിലുള്ള
പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, ഒരുങ്ങുന്നവർ, ഒരുങ്ങിക്കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, റിസൾട്ട് കാത്തിരിക്കുന്നവരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൈരണ്ടം ചുരുകട്ടെ, കർത്താവിൻ്റെ സത്യം എടുക്കട്ടെ. കർത്താവ് പറമ്പ് വിറ്റ് മാറ്റാത്ത ആഗ്രഹിക്കുന്നവർ, വിറ്റ് മാറാത്തവർ, സ്ഥലം വിറ്റുമാറാത്തവർ, തെറ്റ് നടപടി നേരിടുന്നവർ, ആശുപത്രി കിടക്കയിലായവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടിട്ട് തിരിച്ചെടുക്കാൻ പറ്റാത്തവർ, ഏജ് ഓവർ ആയതിൻ്റെ പേര് വേദന അനുഭവിക്കുന്നവർ, വിസ ലഭിക്കാത്തവർ, വിസ പുതുക്കാത്തവർ, നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ടി വരുന്നവർ, ഡിസ്മിസ് ചെയ്തവർ, സസ്പെൻഡ് ചെയ്യപ്പെട്ടവർ, ഇങ്ങനെ ഓരോരോ വിവാഹത്തിൽ മോചനം നേടിയവർ, മോചനം നേടിക്കൊണ്ടിരിക്കുന്നവർ, കോടതി വിധി പ്രതീക്ഷിക്കുന്നവർ, ദൈവ നിശ്ചയം ഈ നിമിഷങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ദൈവത്തിന്റെ കരുണ ആവർത്തിക്കട്ടെ. യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ അധികാരത്തില്, കുരിശിന്റെ ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. പരിശുദ്ധനേ പരമോന്നതാ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നതാ യേശുവേ അണയുന്നു ഞാൻ തിരുമുൻപിലാ അറിവോടെ നോക്കണമേ. എല്ലാവരും മുട്ടാൻ നിൽക്കുക. വ്യക്തിപരമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. സമാപന ആശീർവാദമാണ്. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 7:24 തിരുവചനം അനുസരിച്ചുകൊണ്ട് എൻ്റെ ഈ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത വിവേകമതിയായ വ്യക്തിക്ക് തുല്യനാണെന്ന് വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഈശോയെ, നീ വീണ്ടും വചനത്തിലൂടെ പറഞ്ഞു, ഒന്നും സത്യമല്ല, നിന്റെ വചനം മാത്രമാണ്, നീ മാത്രമാണ് സത്യമെന്ന്. വചനത്താൽ സത്യത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്. ഈശോയെ, അശ്വതി എന്ന മകളുടെ സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചു. കൃപയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. കൃപയാണ് നമ്മൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. ഈശോയെ, ഞങ്ങളുടെ ജീവിത നിലപാടുകളിലൂടെ, വിശുദ്ധിയുള്ള ജീവിത നിലപാടുകളിലൂടെ, സമീപനങ്ങളിലൂടെ മനുഷ്യരുടെ മുമ്പിൽ മത്തായി 10:32 തിരുവചനം അനുസരിച്ച് നിന്നെ ഏറ്റുപറഞ്ഞുകൊണ്ട് കൃപ ആർജിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഏറെ പ്രത്യേകമായി ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി രാവും പകലും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് ദൈവജനത്തിൻ്റെ ഏറെ പ്രത്യേകമായി ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്ന ഞങ്ങളുടെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഈ അൾത്താറിൽ സമർപ്പിക്കുന്നു. ഒപ്പം തന്നെ അച്ഛൻ്റെ കഴിഞ്ഞുപോയ വിവിധ ഭൂഖണ്ഡങ്ങളിൽ നടത്തിയിട്ടുള്ള എല്ലാ ഉടമ്പടി ധ്യാനങ്ങളെയും
മറ്റ് കൺവെൻഷനുകളെയും വരാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളെയും അതിൻ്റെ എല്ലാ ക്രമീകരണത്തിനും അഭിഷേകത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ചുകൊണ്ട് അച്ഛൻ്റെ ആരോഗ്യത്തെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. Ave, Ave, Ave Maria, Ave, Ave, Ave Maria. അറിയിപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോശമായൊരു അറിയിപ്പുണ്ട്. അതായത് കൃപാസനത്തിൽ കൊച്ചച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് ചില വീടുകളിൽ ആൾക്കാർ കയറുന്നുണ്ട്. എന്നിട്ട് ജോസഫ് അച്ഛൻ പറഞ്ഞു വിട്ടതാണ്, ഇവിടെ ഇന്ന പ്രോജക്റ്റ് ഉണ്ട്, അതിന് സാമ്പത്തികമായിട്ട് സഹായിക്കണം, പിന്നെ നിങ്ങൾക്ക് തന്നെ ഇത്ര രൂപ അനുഭവിച്ചിട്ടുണ്ട്, അത് ലഭിക്കുന്നതിന് ഇത്ര രൂപ എന്തോ വേറെ ചില ചിലവുകളുണ്ട്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പോൾ ആൾക്കാർ തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. എപ്പോഴും നാം ശ്രദ്ധിക്കുക, ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ വേറെ ഓരോടത്തോ. ഇനി കൃപാസനത്തെ വ്യക്തികളെയോ അല്ലെങ്കിൽ നമ്മുടെ ബ്രദേഴ്സിനോട് പോലും ഞാൻ കൃപാസനത്തിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഓഫീസിൽ ഒരാളിരിപ്പുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാനോ വാങ്ങിക്കാനുണ്ടെങ്കിൽ അവരുമായിട്ട് കൊടുത്ത് രസീത് വാങ്ങിക്കണം. ഓഫീസിലിരിക്കുന്നവരിന് രസീത് വാങ്ങിച്ചിട്ട് വേണം. പിന്നെ ഒരു മനുഷ്യനും ഫോൺ നമ്പർ നിങ്ങൾ കൊടുക്കരുത്. അച്ഛനെ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് പണ്ട് കല്ലം പെൻസിലൊക്കെ കച്ചവടമില്ല, ഞാൻ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം അച്ഛനെ കാണിച്ചു തരാം, നമ്പർ തരുക. അപ്പോൾ ആ അഭ്യാസം നടക്കരുത്. അതെല്ലാം കള്ളത്തരം, പൈസ ആൾക്കാരുടെ പൈസ പറ്റിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഓരോ ഉടായ്പ പറഞ്ഞു നടക്കണം. ഞാൻ ഒരു മനുഷ്യനും എന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു വിഷയമില്ല ഇവിടെ. അപ്പോൾ നിങ്ങൾ ആരും നമ്പർ എക്സ്ചേഞ്ച്, ഞാനൊരാളെ ഇവിടെ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമ്പർ വാങ്ങിച്ചതിൻ്റെ ആൾക്കാരുടെ പേരിൽ. കൃപാസനം വന്നൊരു വഴിയുണ്ട്, അത് ജനങ്ങളുടെ ആധ്യാത്മികത വിഷയങ്ങളെ, അവരുടെ ആധ്യാത്മിക വളർച്ചയും വിശുദ്ധിയും സുവിശേഷ പ്രഘോഷണവും പ്രേക്ഷിത പ്രവൃത്തിയും ഉറപ്പ് വരുത്തിയിട്ട് ആ വഴി നിങ്ങളെ എംപവർ ചെയ്തിട്ടാണ് നിങ്ങളെ ശുശ്രൂഷയ്ക്ക് നയിക്കണം. അതുകൊണ്ടാണ് അച്ഛൻ എപ്പോഴും ഇവിടെ തന്നെ നിൽക്കണത്. അതുകൊണ്ടാണ് നമ്മളെ സ്വസ്ത്രക്കാഴ്ച എടുക്കാത്തത്. കുർബാന പണം പോലും സ്വീകരിക്കണില്ല. അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ അച്ഛനെ വെച്ച് നിങ്ങളെടുക്കുന്ന പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്ന
കള്ളത്തരവ് സൂത്രപ്പണികളുമാണ്. അതിന് കൃപാസനത്തിന് പങ്കില്ല. ഈ കാട്ടൂർ തന്നെ വീടുകളിൽ കയറി ഇറങ്ങുകയാണ് ആൾക്കാർ, അച്ഛന്മാരാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇങ്ങനെ ഒരു വിഷയം സോഷ്യൽ മീഡിയ ആയാലോ അങ്ങനെ ഒരിടത്തും ഇല്ല. ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുക്കുന്നത് ബ്രദർ ആണോ ഇതിൻ്റെ ചാർജ് എന്ന് ചോദിക്കണം. ചാർജില്ലാത്ത ബ്രദർമാർ കാശ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതിലൊക്കെ. അപ്പോൾ തന്നെ നിങ്ങൾ കൃത്യമായിട്ട് രസീത് വാങ്ങിക്കണം. രസീത് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റാളിനെ രസീത് ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് നിങ്ങൾ അത്യാവശ്യമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. സത്യസന്ധമായ ഒരു വിഷയത്തിന് വേണ്ടി ഏത് അഗ്നിസാക്ഷിയാകാനും ഞാൻ തയ്യാറാണ്. സത്യസന്ധമല്ലാത്ത വിഷയങ്ങൾക്ക് കൃപാസനം ദൈവിക ശുശ്രൂഷയെ പിശാച് ബലിയാടാക്കുന്ന രീതികളാണതൊക്കെ. അപ്പം അതിനപ്പോൾ കാര്യം മനസ്സിലായില്ല എനിക്ക്. രണ്ടാമത്തെ കാര്യം ഇവിടെ കുറേ തിരിവിൽപ്പനക്കാരുണ്ട്. അച്ഛൻ വെഞ്ചരിച്ചാണെന്ന് പറഞ്ഞ് തിരിവിൽക്കാറുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ഉടമ്പടി തിരി എന്ന് പറയണത് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ചോദിച്ചാൽ എരന്നാച്ചാലും കിട്ടത്തില്ല. ആ തിരി കിട്ടണമെങ്കിൽ നിങ്ങളുടെ ഉടമ്പടി പേപ്പർ കാണിക്കണം. നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് ഞങ്ങൾ അറിയണം. നിങ്ങളുടെ ഉടമ്പടിയിലാണ് ഉടമ്പടി അല്ലാത്ത ആൾക്കാർക്ക് എന്തിനാണ് തിരി കൊടുക്കണത്? അപ്പോൾ ഞങ്ങൾ തിരിവിക്കാതിരിക്കണം അല്ല. പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ മുമ്പ് സാക്ഷിയായി ജീവിക്കുന്നവർക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതാണ് മെഴുകുതിരി. അത് വെഞ്ചരിച്ചത് ചിലപ്പോൾ 50 പ്രാവശ്യമൊക്കെ വെഞ്ചരിക്കും ഒരു തിരി. അത് കൃപാസനം കൗണ്ടറിൻ്റെ അകത്തായിരിക്കണത്. അത് പുറത്തും വെഞ്ചരിക്കത്തില്ല. എല്ലാം ഈ അകത്ത് വേറൊരു പ്രാർത്ഥനാ മുറിയുണ്ട്. ഇതെല്ലാം നേർച്ച വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഒരു രഹസ്യമുറിയുണ്ട്. അവിടെ എല്ലാവർക്കും പ്രവേശിക്കാനും പറ്റത്തില്ല. അവിടെ അച്ഛൻ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞു പോയാണ് ഈ നേർച്ച വസ്തുക്കളെ വെഞ്ചരിക്കണത്. അത് ചിലപ്പോൾ 50 പ്രാവശ്യമൊക്കെ വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. കാര്യം വിശ്വാസ പ്രയോഗമാണ്. അപ്പം ചന്തയിൽ തിരിയും കൊണ്ട് നടക്കുന്നവർ പറയും അച്ഛൻ വിചരിച്ചാണ്. അത് കള്ളത്തരം. അതിൻ്റെ വൈര്യപ്പഴപ്പിന് വേണ്ടി അവൻ കാണിക്കുന്ന പറ്റിപ്പാണ്. ഈ പറ്റിപ്പല്ല. കൃപാസനത്തിന് പുറത്ത് നടക്കുന്ന ഒരു കാര്യത്തിനും കൃപാസനം ഉത്തരവാദിയല്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഈ വിഷയത്തെ എന്താണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഉടമ്പടി എടുത്ത ആൾ ഇന്നലെ 2 കെട്ട് തിരിയും കൊണ്ട് എൻ്റെ അടുത്ത് വന്ന്. അപ്പോൾ അവൻ്റെ ഉടമ്പടി ഇരിപ്പോഴും ഞാൻ ഈ 2 കെട്ട് തിരി ഇങ്ങനെ കൃപാസനം കൊടുക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഉടമ്പടി എടുത്ത ഈ കാണ്ടാമൃഗം എങ്ങനെ പുറത്തുനിന്ന് മേടിക്കണത്? അപ്പം അതിനൊരു ബോധവും ഇല്ലെന്നില്ല എൻ്റെ അർത്ഥം. ഞാൻ പറഞ്ഞു നീ ഉടമ്പടിക്ക് അർഹനല്ല. എന്താ കാര്യം? നിനക്ക് തിരി ഏതാണ്, വിശുദ്ധ വസ്തു ഏതാണ്, വെഞ്ചരിച്ച ഏതാണ്, കൃപാസനം നൽകുന്നത് ഒന്നും അറിയാൻ പാടില്ല അവർ. അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിലൊക്കെ നിങ്ങൾ സീരിയസ് ആണ്. എന്താ കാര്യം വെച്ചാൽ നിങ്ങൾ കൃപാസനത്തിൻ്റെ പേരിലാണ് ഉപയോഗിക്കണമെങ്കിൽ അത് അച്ഛൻ വെഞ്ചരിച്ച കൃപാസനത്തിൻ്റെ നേർച്ച വസ്തുക്കൾ തന്നെ ആയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയി കത്തിക്കാനാ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ഇതാക്കേണ്ട ആവശ്യമില്ലത്. പക്ഷേ കൃപാസനത്തിൻ്റെ പേരിലാണ് നിങ്ങൾ വിശുദ്ധ വസ്തു ഉപയോഗിക്കണമെങ്കിൽ ആ വസ്തുവിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ വ്യാജമാണ്, സത്യാവസ്ഥ നിങ്ങൾ അറിയാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം എഴുതി വെച്ച് കറക്റ്റ് ചെയ്ത് തരണത്. ഈ വിഷയത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം.